കടൽ കടന്ന് പ്രസിദ്ധി നേടിയ പയ്യന്നൂർ അരിമുറുക്ക് നിർമ്മാണം തൊഴിലായി സ്വീകരിച്ചവരുടെ ജീവിതം കോവിഡ് പ്രതിസന്ധിയിൽ. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്തെ മമ്പലം, തെരു, പടോളി പ്രദേശങ്ങളിൽ കുടിൽ വ്യവസായമായി പരമ്പരാഗതമായി ഉണ്ടാക്കുന്നതാണ് പയ്യന്നൂർ അരിമുറുക്ക്. കോവിഡ് വ്യാപകമായതോടെ ഇവരുടെ വിപണന സാധ്യതകളെല്ലാം അടഞ്ഞതാണ് ഇവരെ വൻ പ്രതിസന്ധിയിലാക്കിയത്. മലയാളികളുടെ ഗൃഹാതുരത്വമുണർത്തുന്ന ചായക്കടി ഏതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പയ്യന്നൂരുകാർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അരിമുറുക്കാണ്. ഒരുപക്ഷെ വറവ് പലഹാരങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് അരിമുറുക്കിന്റെ സ്ഥാനം. 10 പൈസ വലിപ്പം മുതൽ ദോശ വലിപ്പം വരെയുള്ള അരിമുറുക്കുകളും വിപണിയിൽ ലഭ്യമാണെങ്കിലും രുചിപ്പെരുമയിൽ കേമൻ പയ്യന്നൂർ അരിമുറുക്ക് തന്നെയാണ്. പച്ചരി കഴുകി വെയിൽ തട്ടാതെ തണലിൽ നിശ്ചിത അളവിൽ ഉണക്കിയെടുത്ത് പൊടിക്കും. ഇതിൽ ഉഴുന്ന് വറുത്തു പൊടിച്ച് ചേർത്ത് പരമ്പരാഗത രസക്കൂട്ടുകളും ചേർത്താണ് പയ്യന്നൂർ മുറുക്ക് ഉണ്ടാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഈ ഗ്രാമത്തിൽ പഴയ തലമുറ ട്രെയിനുകളിലായിരുന്നു മുറുക്ക് വിറ്റിരുന്നത്. പിന്നീട് ഗ്രാമങ്ങളിലും വിപണി പിടിച്ചു. ഇതിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിലേക്കും പയ്യന്നൂർ അരിമുറുക്ക് വ്യാപിച്ചു. വിദേശ രാജ്യങ്ങളിലേക്കും ഇവ കൊണ്ടുപോകാൻ തുടങ്ങി. തലമുറകളായി ഇവർ കണ്ടെത്തിയ വിപണി ലോക്ക്ഡൌണോടെയാണ് നഷ്ടമായത്. കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുന്ന ഇവർ അസംഘടിത മേഖലയായതുകൊണ്ട് തന്നെ മറ്റു മേഖലയിലുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നുമില്ല. സർക്കാർ ഇടപെടലിലൂടെ പുത്തൻ വിപണന സാധ്യത കണ്ടെത്തിയാൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് വീണ്ടും അരിമുറുക്ക് വ്യാപാരം പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ തൊഴിലാളികളും. ഈ കോവിഡ് തുടങ്ങിയ കാലം മുതൽ മുറുക്കിൻ്റെ പണി ആകെ പ്രതിസന്ധിയിലായില്ലത്. ഒന്നാമത് ട്രെയിനില്ല, മറ്റു സ്ഥലങ്ങളിലേക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. 5-6 കുടുംബങ്ങൾ ആണ് ഇതിപ്പം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. പിന്നെ സർക്കാർ ഇടപെട്ട് നമ്മളെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം. കാരണം ഒരു അസംഘടിത മേഖലയാണ്. ക്ഷേമനിധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു മേഖലയായത്. പയ്യന്നൂരിൻ്റെ ഒരു പലഹാരം തന്നെ പറയാൻ വേണമെങ്കിൽ ഈ മുറുക്കിനെ വിദേശത്ത് പോലും നമ്മളെ സാധനം എത്തുന്നുണ്ട്. സർക്കാർ ഇടപെട്ട് ഇതിനൊരു പുതിയ വിപണന സാധ്യത ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമ്മളെ കണക്കത്തെ പാവങ്ങളെ കാര്യം കഷ്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കോവിഡ് തുടങ്ങിയത് മുതൽ പണിയെല്ലാം താറുമാറിലാണ് ഉള്ളത്. അതുപോലെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ വിലക്കയറ്റം, അത് മറ്റൊരു പ്രതിസന്ധിയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എണ്ണയുടെ വിലയെല്ലാം കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുന്നോറും. ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ടും ലോക്കൽ ട്രെയിനിന്റെ അഭാവവും സീസൺ ടിക്കറ്റ് ആരംഭിക്കാത്തതുമൊക്കെ അരിമുറുക്കിന്റെ വിപണിയെ പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ ഇപ്പോഴും തൊഴിൽരഹിതരുമാണ്. കടൽ കടന്ന് പ്രസിദ്ധിയാർജിച്ചതാണ് പയ്യന്നൂരിലെ അരിമുറുക്ക് വ്യവസായം. കോവിഡ് പ്രതിസന്ധിയിൽ ഈ മേഖല ആകെ തകർന്നിരിക്കുകയാണ്. സർക്കാർ ഇടപെട്ട് പുതിയ വിപണന സാധ്യതകൾ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ തൊഴിലാളികളുള്ളത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്.